അപ്പോൾ ഇന്ന് പിസ്സ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മാവ്, മൈദ മാവ്, അതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ചേർത്ത് വയ്ക്കുക. അതിന് മുന്നേ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചെറുചൂടുവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് പൊങ്ങാനായി മാറ്റി വയ്ക്കണം. ഇവിടെ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ പൊങ്ങാനായി വെച്ചിരിക്കുന്ന ഈസ്റ്റും വെള്ളവും ചേർത്ത് ഈ മാവ് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ലൂസോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയെല്ലാം ചേർത്ത് വെള്ളം കൂടാതെ ചേർത്തെടുക്കുക, കുഴച്ചെടുക്കുക. ഒന്ന് മയം കിട്ടാൻ വേണ്ടി 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്താൽ നമുക്ക് മാവ് നന്നായി കുഴച്ചെടുക്കാൻ സാധിക്കും. ഈ സമയം അത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നന്നായി കുഴച്ചെടുത്ത് അതിന് മീതെ സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുക. ഒരു 3 മണിക്കൂർ അത് പൊങ്ങി വരാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നതിന് ശേഷം 3 മണിക്കൂറിന് ശേഷം ഒരു പ്ലേറ്റ് നന്നായി ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മളെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ പരത്തുന്ന സമയം അടുപ്പിൽ, നമ്മൾ ഓവനിലൊന്നല്ല ചെയ്യുന്നത്, ചീനച്ചട്ടിയിലാണ്. ആ ചീനച്ചട്ടി ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് ഗ്യാസിൽ വെക്കണം. ആ സമയം നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഡ്ജ് കട്ടിയിലും സെൻറ്റർ ഭാഗം കനം കുറഞ്ഞ് തിന്നായിട്ടും വേണം പരത്തിയെടുക്കാൻ. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് നിറയെ ഹോളിട്ട് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഉണ്ട്. അത് ഹോം മെയ്ഡ് തന്നെയാണ്, വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു പിസ്സയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഒറിഗാനോ, അതുപോലെ മൊസറല്ല ചീസാണ്. അപ്പോൾ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മസാലയുടെ മീതെ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, സവാള അതിലൊന്ന് ഭംഗിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക, തക്കാളി, കാഷ്യൂ, കിസ്മിസ്, ഇത്രയാണ് ഞാനെടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൂക്കളം പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ ഒന്നുകൂടെ നമുക്ക് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മൊസറല്ല ചീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ അത് വേണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കൂടുതൽ തന്നെ സ്പ്രെഡ് ചെയ്യുക. ഇനി ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് ഒരു തട്ട് വെച്ച് അതിൻ്റെ മീതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പിസ്സ വെച്ച് കൊടുക്കുന്നു. നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഓവൻ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ, ഇത് നമ്മൾ ചൂടാറി കഴിഞ്ഞ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റുമ്പോൾ ഇങ്ങനെ ഞാണ് പോലെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മൊസറല്ല ചീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.